മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യന്റെ ആത്മാവ് ദൃശ്യലോകത്തു നിന്നും അദൃശ്യ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുകയാണ്. ആ മനുഷ്യൻ ഖബറടക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവനിൽ ഒരു തരത്തിലുള്ളതായ ബോധമുണ്ടാകുകയും ചെയ്യും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, സൽക്കർമ്മങ്ങളിൽ കഴിഞ്ഞുകൂടിയിരുന്നതായ ഒരു വ്യക്തിയാണ് മരണപ്പെടുന്നത് എങ്കിൽ ആ വ്യക്തിയെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകപ്പെടുന്നതായ അവസരത്തിൽ ഖദ്ദിമൂനി, എന്നെ വളരെ പെട്ടെന്ന് കൊണ്ടുപോകൂ, എന്നെ വളരെ പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയുകയാണ്. എന്നാൽ ദുഷ്കർമ്മമാണ് ആ മനുഷ്യൻ ജീവിതത്തിൽ പതിവാക്കിയത് എങ്കിൽ ആ മനുഷ്യന്റെ ആത്മാവിത വിളിച്ചു പറയുകയാണ്, എന്റെ നാശമേ ഐന തദ്ഹബൂന ബിഹാ, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളതായ ഒരു വിലാപമാണ് ഉണ്ടാകുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ശബ്ദം മനുഷ്യനല്ലാത്ത എല്ലാ ജീവജാലങ്ങളും കേൾക്കുന്നതാണ്. അങ്ങനെ മനുഷ്യനാണ് ഈ ശബ്ദം കേൾക്കുന്നത് എങ്കിൽ ആ മനുഷ്യൻ ബോധരഹിതനായി വീണുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, വിശുദ്ധമായ റമദാനിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുന്നതായ നാം ഓരോരുത്തരും പാപമോചനം ചോദിച്ചുകൊണ്ട് ഒരു ശുദ്ധ ജീവിതത്തിലേക്ക് നാം കടക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നാളെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകപ്പെടുമ്പോൾ ഇങ്ങനെ വിലപിക്കുന്നതായ ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ നമ്മുടേതായ ജീവിതം വളരെയേറെ പ്രയാസകരമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ജീവിതം നയിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.